നമസ്കാരം, സോബിയാണ്. ലൈഫ് ഓഫ് അൻസുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കിവിടെ ഇന്നലെ രാത്രിയിൽ നല്ല മഴ കിട്ടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മഴ സീസൺ പതിയെ സ്റ്റാർട്ട് ആവുകയാണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ പച്ചമുളകൊക്കെ ചുമന്ന് ഉണങ്ങി നിൽക്കുന്നുണ്ട്, അതൊക്കെ പറിച്ച് കിട്ടുന്ന വെയിലിന് ഉണക്കി വെക്കാമെന്ന്. അതുപോലെ കയ്യിൽ കുറച്ച് പഴുത്ത മുളകുണ്ട്, നല്ല ചുമന്ന ഡ്രൈ ആയിട്ടുള്ള. അപ്പോൾ അതും കഴുകിയിട്ട് വെയിൽ വരുന്നതിനനുസരിച്ചിട്ട് ഉണക്കി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ നമ്മളെ മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ മണ്ണിലുള്ള എല്ലാ പുല്ലിൻ്റെ ആണെങ്കിലും നമ്മുടെ പച്ചക്കറീൻ്റെ ഒക്കെ ആണെങ്കിലും വിത്ത് തന്നെ കിളുക്കും, ഭയങ്കര കാടായി പോകും. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ചുറ്റുപാടുള്ള കുറച്ച് ചപ്പും ചമ്മലും ഒക്കെ ഒന്ന് വെട്ടിക്കളയാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മുറ്റത്തേക്ക് പച്ചക്കറീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണതിൻ്റെ മുന്നേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ കടല നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതല്ല, ഇത് കുഞ്ഞ് ബ്ലാൻഡറിന്ന് കൊടുത്തുവിട്ട കടലയാണ് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, കർഷകരുടെ അടുത്ത് നിന്ന് നേരിട്ട് വാങ്ങുന്ന കടല ഉണ്ടല്ലോ, നല്ല കടലയാണ്. ഒരുപാട് വിലയൊന്നുമില്ല കേട്ടോ. ഈ കടല ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല പൈസ കൊടുക്കണം. അപ്പോൾ അവന് അവിടുന്ന് കർഷകരുടെ നേരിട്ട് വാങ്ങിയതാണ്, നല്ല കടലയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കുഞ്ഞ് ഞങ്ങൾക്ക് കൊടുത്തുവിട്ട സാധനങ്ങൾ. ഇങ്ങനെ ഇടയ്ക്ക് ചെറുപയർ, അതേപോലെ തന്നെ ഇങ്ങനെ കടല, പിന്നെ അതേ ഈ ബേക്കറികളൊക്കെ അവിടെ നിന്ന് കൊടുത്തുവിടും കേട്ടോ. ഇതൊക്കെ അവിടെ ഒരു ചേട്ടൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കുറച്ച് ബേക്കറികൾ കൊടുത്തുവിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. നമുക്കിവിടെ ബേക്കറികളൊന്നും അങ്ങനെ കിട്ടില്ലല്ലോ, സിറ്റിയിൽ പോകണം. പിന്നെ ഇങ്ങനത്തതൊന്നും ഇവിടെ അങ്ങനെ ആരും ഉണ്ടാക്കുന്നില്ല തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന്, ഇത് ഹോം മെയ്ഡാണ്, അപ്പോൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇത് വാങ്ങുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതേ കുറച്ച് വെട്ടുകേക്കും നുറുക്കല്ല, വേറെ എന്തോ ഒരു സാധനം പേരിക്കറിയില്ല. പിന്നെ ഈ ബനാന ഇങ്ങനെ നീട്ടത്തിൽ അരിഞ്ഞത്, നമ്മുടെ ചിപ്സ് പോലെ നീട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള ബനാനേൻ്റെതും അങ്ങനെ പക്കാവട, അതൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ചാക്കിലാണ് കുഞ്ഞു കൊടുത്തു വിട്ടിട്ടുള്ള ചെറുപയറും കടലയൊക്കെ കേട്ടോ. വെള്ളക്കടലയാണ്, ബ്രൗൺ അല്ല. പക്ഷെ നല്ല കടല. ഞാൻ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ആ ടേസ്റ്റും ഭയങ്കര നല്ലൊരു കടല, കടയിൽ നിന്ന് വാങ്ങണേക്കാട്ടിനും കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നുന്നു. ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ചെറുപയറും കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും ഇതേപോലെ കുറച്ച് ചെറുപയറൊക്കെ കുറച്ച് അധികം വാങ്ങും. ചെറുപയറൊന്നും നമ്മൾ കടയിൽ നിന്ന് അങ്ങനെ വാങ്ങാറേ ഇല്ല കേട്ടോ, ഷോപ്പിൽ നിന്ന് ഭയങ്കര റേറ്റുമാണ്. പിന്നെ കുഞ്ഞ് എല്ലാ പ്രാവശ്യവും ഇതേപോലെ കർഷകരുടെ അടുത്ത് നേരിട്ട് വാങ്ങുന്നത് കൊണ്ട് നമുക്ക് നല്ല വിലക്കുറവിൽ കിട്ടും ചെയ്യും. ഇപ്രാവശ്യം ഇതേ നല്ല കന്നാസിലൊക്കെ ആക്കിയിട്ടാട്ടോ കൊടുത്തു വിട്ടിട്ടുള്ളത്. ഇങ്ങനത്തെ 3 കന്നാസ് ചെറുപയറുണ്ട്. ഈ പ്രാണികളൊക്കെ വന്നിട്ട് ചെറുപയർ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കന്നാസ് വാങ്ങിയിട്ട് അതിലാക്കിയത്. കുഞ്ഞിനും വീട്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട്, ഞങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അതേ നല്ല അടിപൊളി ചെറുപയർ കേട്ടോ. ഇത് എന്താ പറയുക, മലാവിയിലെ ചെറുപയറാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമല്ല, മലാവിയിലെ ആൾക്കാരുണ്ടാക്കിയ ചെറുപയറാണ് കേട്ടോ. അപ്പോൾ 3 കന്നാസ് ചെറുപയറുണ്ട്. പിന്നെ കുറച്ച് വെള്ളക്കടല, ഒരു 5 കിലോ വെള്ളക്കടല ഉണ്ടാകുമായിരിക്കും. 5 കിലോ ഉണ്ടാകും എന്തായാലും. വെള്ളക്കടലയുണ്ട്. അപ്പോൾ അതൊക്കെ ബ്ലാൻഡറിന് അനിയൻ കൊടുത്തു വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കടല. പിന്നെ ഇതിൽ ചെറിയൊരു പാക്കറ്റ് ഉണ്ട്, ഇത് ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് വിത്ത് മേടിച്ചതാണ്. ആ വിത്ത് ഹരിയേട്ടൻ നാട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ വിത്തും ഉണ്ട്, വേറൊന്നുമല്ല. അതിൽ കുറച്ച് നമ്മുടെ വയലറ്റ് ക്യാബേജ്, ബീൻസ്, അതിൻ്റെ കോളിഫ്ലവർ, ബ്രോക്കോളി, അതിൻ്റെയൊക്കെ വിത്താണ് കേട്ടോ. ഇവിടെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല, എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട് അത്. അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ കാണിച്ച കടലേൻ്റെ ചെറുപയറിൻ്റെ വീഡിയോ ഞാനത് കിട്ടിയപ്പോൾ പെട്ടെന്ന് എടുത്ത് വെച്ചിരുന്നൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തത്. അപ്പോൾ കടലക്കറീൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കുന്നത് പൂരിയാണ്. അപ്പോൾ രാവിലെ തന്നെ കടലക്കറി, ഞാൻ പൂരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കറി അങ്ങോട്ട് ഉണ്ടാക്കി വെക്കും കേട്ടോ. കറിക്ക് അത്ര സമയം വേണ്ടല്ലോ. പൂരിയും ചപ്പാത്തിയൊക്കെ ആകുമ്പോൾ നമ്മൾ പരത്തി വരുമ്പോഴത്തേക്കിനും ഇച്ചിരി സമയമാകും. പിന്നെ എൻ്റെ അടുത്ത് പ്രസ്സറൊന്നുമില്ല. അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പ്രസ്സർ തന്നെയല്ലേ, എന്താ പറയുക, നമ്മൾ
ഒരു ഇങ്ങനെ അമർത്തി പൊക്കണ ഒരു സംഭവം ഉണ്ടല്ലോ ചപ്പാത്തിയൊക്കെ പരത്തന്നെ, ആ സംഭവം എൻ്റെ അടുത്തില്ല. ഇവിടെ ഞാൻ ഷോപ്പിൽ നോക്കിയിട്ട് കണ്ടില്ല. ഇനി ബ്ലാൻഡിയർ പോകുമ്പോൾ അവിടുത്തെ ഏതെങ്കിലും ഇന്ത്യൻ ഷോപ്പിൽ നോക്കണം അവിടെ ഉണ്ടോ എന്നുള്ളത്. അതുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് ചപ്പാത്തി പരത്താനും പൂരി പത്തിരിയൊക്കെ പരത്താൻ നല്ല സുഖമാണ്. അപ്പോൾ ഞാൻ എന്തായാലും പൂരിക്കുള്ളത് പരത്തിയെടുക്കുകയാണ്. ഈ വീഡിയോ കുറച്ച് സ്പീഡായിട്ട് തോന്നുന്നുണ്ടാവുക. ഞാൻ ഇത്ര സ്പീഡിലല്ല കേട്ടോ പരത്തണത്, അത് ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ പണികളൊക്കെ ഏകദേശം കഴിയാനായിട്ട്, അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെത് നല്ല പൂരിയും കടലക്കറിയും. സാധാരണ പൂരി ഉണ്ടാക്കുമ്പോൾ ഞാൻ കടലക്കറി അല്ല ഉണ്ടാക്കാറുള്ളത്, നമ്മുടെ കിഴങ്ങിൻ്റെ ഒരു കിഴങ്ങ് ബാജി എന്തായാലും പറയാം, കിഴങ്ങിൻ്റെ ഒരു കറിയാണ് ഉണ്ടാക്കാറുള്ളത് പൂരിക്ക്. ഇന്നിപ്പോൾ ഞാൻ കടല കിട്ടിയത് കൊണ്ട് കടലക്കറി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പൂരിയൊക്കെ ചുട്ടെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ പൂരിയൊക്കെ ചുട്ട് കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നെൽസനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ പുറത്തുള്ള പുല്ലൊക്കെ ഒന്ന് ചെത്തിയിടണേ എന്നുള്ളത്. അപ്പം നെൽസൺ അവിടെ പണിയെടുക്കുന്നുണ്ട്, ജയരാജ് അവിടെ വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ ക്ലോത്ത്. പലപ്പോഴായിട്ട് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജയരാജ് എന്നുള്ളത് ഒരു മലയാളി പേരല്ലേ, എങ്ങനെയാണ് പിന്നെ അതൊരു ആഫ്രിക്കക്കാരന് പേരിട്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ജെറാൾഡ് ജെറിമായ എന്നാണ് പേര്. പക്ഷേ ജയരാജ് വന്ന സമയത്ത് ഞാൻ പേരെന്താ ചോദിച്ചപ്പോൾ ജയരാജ് എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അവൻ പറഞ്ഞത് ജെറാൾഡ് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ നമുക്ക് കേൾക്കുന്നത് ജയരാജ്. ഞാൻ തിരിച്ച് ചോദിക്കുകയും ചെയ്തു ജയരാജ് എന്നാണോ ശരിക്കും അത് തന്നെയാണെന്ന്. അപ്പോൾ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആ പേരിൽ അങ്ങോട്ട് യൂസ്ഡ് ആയിട്ടോ അങ്ങനെ വിളിച്ച് ഇപ്പോൾ പിന്നെ പേര് മാറ്റി വിളിക്കാൻ തോന്നുന്നില്ല, നമ്മൾ അതിലങ്ങ് കംഫർട്ടായി. നമ്മൾ ആ പേര് വിളിച്ചാൽ വിളി കേൾക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ അതൊരു പേരായി അങ്ങ് മാറിയിട്ട് അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ അത് നെൽസൺ ഇവിടെ പുല്ലൊക്കെ ചെത്തിക്കോരി ശരിയാക്കുന്നുണ്ട്. പെട്ടെന്ന് പുല്ല് വളരും കേട്ടോ. നമ്മൾ എത്ര വട്ടം ഇപ്പോൾ ഒരു 2 മാസം കൂടുമ്പോഴാണ് നമ്മൾ പുല്ല് വെട്ടി ഇങ്ങനെ നീറ്റാക്കാറുള്ളത്. അപ്പോൾ ആ 2 മാസത്തിനുള്ളിൽ അത്യാവശ്യം നന്നായിട്ട് പുല്ല് പൊന്തും ചെയ്യും. ഇത് കണ്ടില്ലേ നല്ല കാർമേഘമുണ്ട്. ഇന്നിപ്പോൾ മഴ പെയ്യുമോയെന്ന് അറിയത്തില്ല. രാത്രി ഞാൻ പറഞ്ഞില്ല തലേന്ന് രാത്രിയിൽ കുറച്ച് മഴച്ചാറ്റുണ്ടായിരുന്നു, ആ മഴ പെയ്ത വെള്ളമാണ് ആ ബക്കറ്റിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ വെള്ളമൊക്കെ ആ ചെടീൻ്റെ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഇപ്രാവശ്യത്തെ ഫസ്റ്റത്തെ മഴ ഇന്നലെ രാത്രിയോടെ എന്തായാലും ആയിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ കയ്യിലല്ല നമ്മുടെ മുളക് ചെടിയിൽ കുറച്ച് ഉണങ്ങിയ മുളക് ഉണ്ടായിരുന്നു, നല്ല പഴുത്ത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറിച്ചിട്ട് ഇനിയിപ്പോൾ നാളെയൊക്കെ ചിലപ്പോൾ വെയിൽ വരുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് തന്നെ വെയിൽ വരാൻ ചാൻസ് ഉണ്ട്, അറിയില്ല. കാരണം അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ളായിട്ടുള്ളൊരു മഴ സീസൺ സ്റ്റാർട്ടായിട്ടില്ല. നമുക്ക് മഴ തുടങ്ങുന്നതിന് മുന്നേ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടാവുമല്ലോ, അതേ വന്നിട്ടുള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്കിനും നമ്മുടെ ഈ മുളകുകളൊക്കെ ഉണക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വറവിടുമ്പോഴൊക്കെ കറിക്കൊക്കെ വറവിടുമ്പോഴൊക്കെ ഈ മുളക് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ ഉണക്കാനൊന്നും പറ്റത്തില്ല. ഒരു 2-3 മാസത്തെ പിന്നെ നമ്മുടെ നാട്ടിലത്തെ മഴ പോലെ എപ്പോഴും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയില്ല. ഇവിടെ മഴ പെയ്യുകയാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് പെയ്യും, അത് കഴിഞ്ഞാൽ മഴ അങ്ങ് പോകും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും പെയ്യും, പിന്നെ അങ്ങ് പോകും. അങ്ങനെ അല്ലാതെ ഇങ്ങനെ തുള്ളി മാറാതെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ഉണ്ടല്ലോ, അങ്ങനെയല്ല കേട്ടോ ഇവിടെ മഴ പെയ്യാറുള്ളത്. അത് ഞാൻ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയതാണ്. കാരണം മഴ പെയ്യുകയാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് പെയ്യും, പിന്നെ അങ്ങ് ശാന്തമാകും, കുഴപ്പമൊന്നുമില്ല, നമുക്ക് പുറത്തിറങ്ങി പണിയെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നമ്മുടെ മുളകൊക്കെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചുമന്ന മുളകൊക്കെ പറിച്ച് കഴിഞ്ഞു. ഇതേ ഇനി കുറേ പച്ചമുളക് ഉണ്ട് കേട്ടോ, അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഞാനൊക്കെ പഴുക്കട്ടെ. മിക്കവാറും അത് പഴുക്കുമ്പോഴത്തേക്കിനും മഴയാകും.
പിന്നെ നമ്മൾ മുളകൊക്കെ പറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ഭാഗമൊക്കെ നമ്മുടെ നെൽസൺ പുല്ലൊക്കെ വെട്ടി ചെത്തി ശരിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഈ വെള്ളം പോകുന്ന ചെറിയൊരു ചാലുണ്ട് കേട്ടോ. ഈ ചാലും കൂടി ഒന്ന് ശരിയാക്കണം. കാരണം ഇതിൻ്റെ ഫ്ലോ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതായത് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നാൽ കൊതുകൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞങ്ങൾ സ്ലോപ്പ് ഇങ്ങനെ വെട്ടി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ശരിയാക്കണം ആ ഭാഗത്ത്. പിന്നെ ഇവിടെ ഒരു അരളിപ്പൂവ് ഉണ്ടായിട്ടുണ്ട്. തട്ട് കളറുള്ള അരളിപ്പൂവാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ വിഷമാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പണ്ടൊരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ സമയത്താണ് ഈ അരളി എനിക്കൊന്ന് പിടിച്ച് കിട്ടുന്നത്. പിന്നെ ഞാൻ വെട്ടി കളഞ്ഞില്ല. ഇവിടെ കുഞ്ഞു പിള്ളേരൊന്നും ഇല്ലല്ലോ പോയി അത് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ അതവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്തായാലും ഇന്ന് 2-3 പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള പുല്ലും കൂടെ നെൽസൺ വെട്ടി ശരിയാക്കായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. കാറ്റ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത കാറ്റാണ്. ഈ കാറ്റത്ത് നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പം നമ്മുടെ കപ്പയൊക്കെ ഉള്ളിൽ നട്ട കപ്പയൊക്കെ എത്രയും വലുപ്പമായി കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് പൊന്തും മഴ പെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കുറച്ച് തക്കാളിയൊക്കെ നട്ടിട്ടുണ്ട്. ഇന്ന് കുറച്ച് തക്കാളി ഞാൻ പറിച്ചു കേട്ടോ. ഇവിടെ തക്കാളിക്ക് പെട്ടെന്ന് അസുഖം വരും തക്കാളീൻ്റെ ഇലയ്ക്ക്. പക്ഷെ എന്നാലും തക്കാളി കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ 2-3 വെള്ളരീൻ്റെ വിത്തും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കപ്പ ഉണ്ടായി നമുക്ക് വിളവൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കൂലേ. ഒരു 5-6-7 മാസമൊക്കെ എടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അതേപോലെ തക്കാളി, അതേപോലെ തൊട്ടപ്പുറത്ത് ഞങ്ങൾ പയർ ഇട്ടിട്ടുണ്ട്, കുറ്റിപ്പയർ കേട്ടോ. ഇത് കുറ്റിപ്പയർ ഞങ്ങളിതിൻ്റെ ഫുൾ ഇല എടുക്കലായിരുന്നു പണി. അതായത് ഞാനെടുക്കും, നെൽസൺ എടുക്കും, അവരും പയറിൻ്റെ ഇല കഴിക്കും. നമ്മൾ പയറിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കുമല്ലോ. ഇവിടുത്തെ കാറ്റ് കണ്ടില്ല, ഞാൻ പറയണ അത്രത്തോളം കേൾക്കണമെന്ന് എനിക്കറിയില്ല. ഞാനിതിങ്ങനെ കാണിക്കാനുള്ളൊരു പുറപ്പാടിൽ മയക്കെടുക്കാൻ വേണ്ടി മറന്നുപോയി. എന്നല്ലേ നമ്മളെ വീട് അവിടെയാണ് കേട്ടോ. ഇതിവിടെ ഇത്രയും ഒഴിഞ്ഞു കിടന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടെ വെറുതെ സ്ഥലം കളയണ്ടല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കപ്പ നട്ടുപിടിപ്പിച്ചാണ്. കുറ്റിപ്പയറൊക്കെ നല്ലോണം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇലയാണ് കൂടുതൽ ഞങ്ങളിപ്പോൾ എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു സെക്ഷൻ മൊത്തം കുറ്റിപ്പയറാണ്. ഇവിടെയൊക്കെ ഉണ്ടായി 1-2 പേരുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളിത് കുറേ എന്താ പറയുക ഇലയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുണ്ടോ, ഇങ്ങനത്തെ കുറ്റിപ്പയറാണ്. വൻപയറല്ല കുറ്റിപ്പയർ ഇവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു വാഴ കൊലച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് ചെറിയ പഴത്തിൻ്റെ കേട്ടോ, കുറച്ച് പഴലേ ഉള്ളൂ. വാഴ കൊലച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളകുണ്ട് ഇവിടെ. പിന്നെ കുറച്ച് മല്ലിയില അല്ല പുതിന ഇല നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് മൊത്തം പുതിനേൻ്റെ ഇലയുണ്ടോ അല്ലേ. പിന്നെ കുറച്ച് ചീരയുണ്ട്. ഇതാ പച്ചച്ചീരേൻ്റെ വിത്താണ് കേട്ടോ. അത് പിന്നെ അങ്ങനെ കൂട്ടം കൂടി നിൽക്കുക. അത് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നോക്കിയില്ല. ഇത് നമ്മുടെ ചുവന്ന ചീരയാണ് കേട്ടോ. ചീരത്തൈകൾ നെൽസൺ അവിടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ നട്ടേക്കുന്ന കുഞ്ഞു തൈയൊക്കെ വലിയ വാഴേൻ്റെയാണ്. അതായത് നേന്ത്രപ്പഴത്തിൻ്റെ തൈയാണ് ഇതൊക്കെ. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ നടണം. കുറച്ച് മണ്ണ് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കണം നമുക്ക്. ഇത് ഞങ്ങളുടെ കുഴിമന്തിൻ്റെ കുഴിയുണ്ട്. അടപ്പ് ചടച്ചേക്കാണ്. അതിൻ്റെ മഴയൊക്കെ പെയ്താൽ വെള്ളം കയറില്ലേ അതിൽ. അപ്പോൾ ഇതുണ്ടല്ലേ. അപ്പോൾ വാഴയൊക്കെ കണ്ടില്ലേ. ഞാൻ ഇവിടെ നമ്മുടെ ചെടിത്തോട്ടത്തിലുണ്ടല്ലോ എപ്പം നട്ടാലും ഉണ്ടാവാത്ത ഒരു സാധനമാണ് ബോഗൻവില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബൊഗൈൻവില്ല എന്ന് പറയുന്നത്, നമ്മുടെ കടലാസ് റോസ. പക്ഷേ എൻ്റെ പൂന്തോട്ടത്തിൽ ആ സാധനം ഉണ്ടായിട്ടില്ല. ചെറുതായിട്ട് പറഞ്ഞാൽ അവിടെ ഉണ്ടായി തുടങ്ങുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഉണ്ടായ ഒരു ബോഗൻവില്ല കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കോമ്പൗണ്ടിലുള്ളത് നല്ല ഭംഗിയുള്ള തിക്കായിട്ടുണ്ടായിട്ടുണ്ട്. കാണിച്ചു തരാം. ഉണ്ടോ, ഇത് ഞങ്ങളുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ബൊഗൈൻവില്ലയാണ്. എത്ര ഹൈറ്റിൽ പോയെന്ന് നോക്കിയാൽ, ഹൈറ്റിൽ പോയാലും ഇത് കാണാനുള്ള ഭംഗിയുണ്ടോ. ഇതിനറ്റത്ത് ഭയങ്കര തിക്കായിട്ടാണ് പൂവുണ്ടായിട്ടുള്ളത്. അതുണ്ടോ, ഇതിൻ്റെ ചെറിയൊരു കമ്പിൻ്റെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ഇതിൻ്റെ അത്രയ്ക്ക് ആയിട്ടില്ല. എന്ത് ഭംഗിയെന്ന് നോക്കി. ബൊഗൈൻവില്ല പൂക്കൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഭയങ്കര തിക്കായിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ മലാവിയിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ അധികം വെള്ളം കിട്ടില്ലല്ലോ. മഴക്കാലത്ത് മാത്രമാണ് വെള്ളം കിട്ടുക. അതുകൊണ്ട് തന്നെ
ബൊഗെയിൻവില്ലല്ലേ നമ്മുടെ കടലാസ് റോസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് വെറൈറ്റി കടലാസ് റോസ ഉണ്ട്. നമ്മുടെ കോമ്പൗണ്ടിൽ ഇല്ലാന്നുള്ളൂ. മലാവിൽ ഞാൻ ഇവിടുന്ന് മാർക്കറ്റിലേക്ക് സാധനം വാങ്ങാൻ പോകുന്ന വഴിക്ക് ഒരുപാട് തരം വെറൈറ്റി, അതായത് നല്ല കട്ടിയുള്ളത്, കട്ടി കുറഞ്ഞത്, പല പല നിറത്തിലുള്ളത്, നല്ല ഭംഗിയുള്ള ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ ഈ ബൊഗെയിൻവില്ലേൻ്റെ തന്നെ. അപ്പോൾ ഇത് ഞങ്ങളുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ളതാണ്. ഞാൻ അങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി വന്നതാട്ടോ നിങ്ങളെ. ഇനി എൻ്റെ അവിടെ ഉണ്ടായിട്ടുള്ള ഞാൻ കാണിച്ചു തരാം. അതൊരു കുഞ്ഞിതാണ്, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ നട്ടുപിടിപ്പിച്ചതിൽ ആകെ ഈ ഒരെണ്ണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അതിപ്പോൾ ഈ വേനലായതുകൊണ്ട് ഉണ്ടായതാണ്. അതിൻ്റെ മുള്ള് കെട്ടിയിട്ടുണ്ട്, കൈ ആകെ വാണ്ടുപോയി. ഇതുണ്ടോ, ഇതാകുന്നതേ ഉള്ളൂ, കുഞ്ഞിതാണ്. ഇത് കുറച്ച് നന്നായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ചട്ടിക്ക് എടുത്ത് വെക്കും കേട്ടോ. ഇപ്പം ഞാൻ കാണിക്കുന്നത് തൊട്ടടുത്ത ദിവസമാണ് കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 2-3 മണി ആയിട്ടുണ്ടാകും. ആ സമയത്ത് ഞങ്ങളിവിടെ ചെടിത്തോട്ടമല്ല, കൃഷിത്തോട്ടത്തിൽ കുറച്ച് പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു കന്നാസ് വെള്ളമൊക്കെ നിറച്ച് വെക്കുന്ന ഒരു കന്നാസാണ് തോന്നുന്നു, അത് കേടാണ്. അപ്പോൾ അത് 2ആയിട്ട് കീറിയിട്ട് ഒരെണ്ണത്തിൽ ഞങ്ങൾ മണ്ണും ചപ്പും ചവറൊക്കെ വെച്ചിട്ട് നല്ലൊരു ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലിപ്പോൾ കുക്കുംബർ, കിഴങ്ങ്, ക്യാരറ്റ് അതൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് പോർഷനാണ് ഈ ഒരു കന്നാസിൻ്റെ കഷ്ണം. അപ്പം ഞാൻ വിചാരിച്ചു ഇതിലും കൂടെ മണ്ണൊക്കെ ഒരുക്കിയിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നെൽസൺ അതിൻ്റെ മണ്ണൊക്കെ ഒരുക്കി സെറ്റാക്കി തരികയാണ് കേട്ടോ. ഇന്നപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെ പരിപാടി. നമ്മുടെ ചീരയൊക്കെ കണ്ടില്ലേ, ഇതൊന്നും ഞാൻ വിത്തിട്ടുണ്ടാക്കിയ ചീര അല്ല കേട്ടോ. ഇവിടെ ഉണ്ടാകുന്ന അതായത് തന്നെ മുളച്ച് വന്ന ചീരയാണ്. പക്ഷേ ഈ ചീരേൻ്റെ നടുവിൽ കണ്ടോ ഒരു ചുവന്നൊരു ഷെയ്ഡ് കണ്ടോ. ഇത് മറ്റേ ചുവന്ന ചീരയായിട്ട് ജോയിനായിട്ട് അങ്ങനെ ആയതാണെന്ന് തോന്നുന്നത് അല്ലേ. ഒരുപാടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കണ്ണ് കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിക ഉണ്ടായിട്ടുണ്ട്. കണ്ണെട്ടാതിരിക്കാന്ന് ഞാൻ വെറുതെ പറഞ്ഞാണ്. നമ്മളെ പൂമ്പാറ്റകളെയും അതുപോലെ തന്നെ തേനീച്ചേനെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ കുറച്ച് വിത്ത് നട്ടതായിരുന്നു, കുറേയൊക്കെ ഞങ്ങളെടുത്ത് മാറ്റി. പിന്നെ ഇത് നന്നായിട്ട് ബുഷ് പോലെ ഒരു എന്താ പറയുക നല്ലൊരു ഉണ്ടായിട്ട് വന്നപ്പോൾ നമ്മൾ പറക്കേണ്ട അവിടെ നിന്നോട്ടെ വെച്ചു. പക്ഷേ അതിൻ്റെ അടിയിലൊക്കെ നമ്മുടെ വഴുതന തൈ ഉണ്ടായിരുന്നു. കുറേയൊക്കെ പോയി വഴുതന, കാരണം ഈ ചെടി തന്നപ്പോഴേ ഉണ്ടോ സുന്ദരി കളർ. നല്ല വഴുതന എടുത്ത്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വഴുതനയാണ്. നല്ല ചീരേൻ്റെ ഉണ്ട് കേട്ടോ. ഇത് ഞാനും പറിച്ചു വരും പറിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ചപ്പൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇത് തൽക്കാലം അടിയിൽ ഇവിടെ കിടക്കട്ടെ. മരത്തിൻ്റെ പൊടിയാണ്, ചപ്പെടുത്തോണ്ടിരാൻ പറയുന്നു. അറിയാതെ ഇതങ്ങ് ഇട്ടോന്ന് പറയുകയും ചെയ്തു. തൽക്കാലം ഇനി ഇത് കിടക്കടിൻ്റെ മുകളിൽ ചപ്പിടാം. ഇതുപോലെ ഉണ്ടാക്കിയതാട്ടോ. ഇതൊക്കെ ഡാമേജ് ആയിട്ടുള്ള കന്നാസിൻ്റെയാണ്. ഒരു വലിയ തരം കന്നാസാണ് ഇട്ടത്. പൊട്ടിയതാണ്. അപ്പോൾ പൊട്ടിയപ്പോൾ മുറിച്ചതാണ്. ഇതിൽ കണ്ടില്ലേ നമ്മുടെ കുക്കുംബറാണ് ഇവിടെ ഉണ്ടാവുന്നത്. പിന്നെ ഈ ഒരു ഭാഗം മൊത്തം ഞാൻ കിഴങ്ങ് നട്ടിട്ടുണ്ട്. അത് പൊന്തിയിട്ടില്ലായി വരുന്നുള്ളതാണ് കാണാത്തത് കേട്ടോ. പിന്നെ ആ ഒരു സൈഡിലൊരു 2 നിൽക്കണ്ടോ, അത് ബീറ്റ്റൂട്ടാണ്. 2-4 നട്ടായിരുന്നു, പക്ഷേ വെള്ളം ഒഴിച്ചപ്പോൾ അതിൻ്റെ അത് പോയി തോന്നുന്നു. പിന്നെ ഇത് തന്നെ മുളച്ച് വന്നിട്ടുള്ള വാട്ടർമെലൻ്റെ നമ്മുടെ തണ്ണിമത്തൻ്റെ തൈയാണ്. പിന്നെ ഈ ചെറുതായിട്ട് പുല്ല് പോലെ മുളച്ചിരിക്കുന്നുണ്ടല്ലേ, ഇതാണ് ക്യാരറ്റ്. കണ്ടോ, ക്യാരറ്റ് ആവുന്നേ ഉള്ളൂ. ക്യാരറ്റിൻ്റെ തൈകളാണിത്. ക്യാരറ്റിൻ്റെ ഇല നമ്മുടെ മല്ലിച്ചെപ്പിൻ്റെ ഇല കുറച്ചും കൂടി മൂത്ത് കഴിയുമ്പോൾ, അതായത് മല്ലിച്ചെടിയിൽ മല്ലി ഉണ്ടാവണ സമയത്ത് അതിൻ്റെ ഇല ഈ ഒരു ടൈപ്പായിരിക്കും. അതേപോലെയാണ് ക്യാരറ്റിൻ്റെ ഇല. ഇത് പാൽച്ചീരയാണ് കേട്ടോ. ഇത് ഞാൻ വെറുതെ ഇതിൻ്റെ ഒരു കമ്പ് വെട്ടി ഇതിലിട്ടതാണ്. അതായത് പറിച്ച് കളഞ്ഞപ്പോൾ ഇവിടെ കിടന്നോട്ടെ വെച്ചിട്ടാണ്. പക്ഷേ ഇത് അവിടെ തന്നെ കിടന്ന് മുളച്ചു. ഇവിടെ കുറേ കിഴങ്ങ് നട്ടിട്ടുണ്ട്. ഞാൻ കിഴങ്ങൊക്കെ പൊന്തിയിട്ട് ഞാൻ കാണിച്ചാറുണ്ട്. കാറ്റുണ്ട്, കാറ്റിൻ്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇന്നത്തെ പണി ഇനി ഈ ഒരു കന്നാസും കൂടെ, കന്നാസല്ല ഒരു കണ്ടെയ്നറും കൂടെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം ചെടി നടാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് കുറച്ച് എന്താ പറയുക വയലറ്റ് ക്യാബേജിൻ്റെ കോളിഫ്ലവറിൻ്റെ വിത്തുണ്ട്, പിന്നെ ക്യാബേജിൻ്റെ വിത്തുണ്ട്, പിന്നെ ബ്രൊക്കോളീൻ്റെ വിത്തുണ്ട്.
ഇതൊന്നും വേറെ എവിടെയും നട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, ഇതിൽ തന്നെ നടണം. നിലത്തൊക്കെ നട്ടാൽ ചിലപ്പോൾ വെള്ളം ഒഴിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് പോകും. നമ്മളിങ്ങനെ ഒരു കണ്ടെയ്നറിലോ ചട്ടിയിലോ ചാക്കിലോ ഒക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ നന്നായിട്ട് പരിപാലിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഡയറക്റ്റ് വിത്ത് നട്ടിട്ട് പിന്നെ തൈയായി അത് പറിച്ച് നട്ടാൽ ചിലപ്പോൾ അത് പിടിക്കത്തുള്ളൂ, വേറൊന്നും അല്ല. അത് നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും. ഞാൻ അങ്ങനെ തക്കാളി തൈയൊക്കെ മാറ്റിയിടുമ്പോൾ ചിലതൊന്നും പിടിക്കാറില്ല, അതേപോലെ ചില ക്യാബേജിൻ്റെ തൈയൊന്നും അങ്ങനെ പിടിക്കാറില്ല. പക്ഷേ ഞാൻ ഓരോ വീഡിയോസിൽ നിന്നാണ് ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാറുള്ളത്. ആ വീഡിയോസിലൊക്കെ എല്ലാവരും ഇങ്ങനെ മാറ്റി തടഞ്ഞാണ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ആൾക്കാർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും, ഞാൻ ചെയ്യുന്ന തെറ്റായതുകൊണ്ടായിരിക്കാം. കാരണം ഞാനത് പറിച്ച് മാറ്റിയിടും, പിന്നെ നന്നായി അത് കെയർ ചെയ്തില്ലേ എന്നങ്ങ് പോകും. അപ്പം ഞാൻ വിചാരിച്ചു വിത്ത് നടന്ന സ്ഥലത്ത് തന്നെ അത് ഉണ്ടായിക്കോട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് സെറ്റാക്കാണ് കേട്ടോ, ഒക്കെ നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചപ്പൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് ഉണങ്ങിയ ഇലകൾ, എല്ലാ പുല്ലും. ഈ വലിയത് കാണുന്നത് ചോളത്തിൻ്റെ തൈയാണ് കേട്ടോ. ചോളം പറിച്ചതിന് ശേഷം നമ്മൾ വെട്ടി മാറ്റിയിട്ടാണ്. അതൊക്കെ പൊതയിടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം ഇത് കുറേ കഴിയുമ്പോൾ വെള്ളമൊഴിച്ച് കുറേ കഴിയുമ്പോൾ ഇതിനെ ഒരു വളമായിട്ട് മാറും. പിന്നെ വെള്ളത്തിനെ തടഞ്ഞു നിർത്താൻ പറ്റും, അതായത് അതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ദിവസം 2 ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിലും അതിലുള്ള ചെടി ഉണങ്ങില്ല. അപ്പോൾ ഞാൻ ഈ കണ്ടെയ്നറിലൊക്കെ ചപ്പും ഒക്കെ ഇട്ടിട്ട് നിറച്ചത് കണ്ടില്ല, അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തില്ല. മണ്ണിൽ ഞാൻ പരീക്ഷിച്ചിട്ടുള്ളൊരു ബെഡാണിത്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗമൊക്കെ നന്നായിട്ട് കളച്ചിട്ട് ഇതുപോലത്തെ ഈ കല്ലിലുള്ള മണ്ണ് മാറ്റിയിട്ട് അതിലേക്ക് ഇതേപോലെ ചപ്പും കുറച്ച് ചാണകപ്പൊടി, ചാരം, മണ്ണ്, പിന്നെ മരത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയതായിരുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു എന്നറിയും, കുറച്ച് ചീരയൊക്കെ ഈ കാണുന്ന ചീരയൊക്കെ ഈ ചീരയും വ്യത്യാസമുണ്ട്. രണ്ടും പച്ചച്ചീര ആണെങ്കിലും രണ്ടിൻ്റെ ഇലയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ അങ്ങനെ കുറേ വലുതായി നിന്നപ്പോൾ അതൊക്കെ വെട്ടിയിട്ട് ഇതിലിട്ടു. അതായത് ഒരു ചപ്പായിട്ട് ഇട്ടതാണ്. പക്ഷേ കുറച്ച് നമ്മൾ എന്നിട്ട് എന്നും വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും. കാരണം ഒരു 2 ആഴ്ച നല്ലോണം വെള്ളം ഒഴിച്ചൊന്ന് ജീർണിച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ചും കൂടി മണ്ണ് വെട്ടിട്ടിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അപ്പോഴത്തേക്കിനും ഓക്കെ സോയിൽ 3 2 or 3. അപ്പോൾ നമ്മളെവിടെയാണ് പറഞ്ഞത്, എന്നോട് നെൽസൺ ചോദിക്കുന്നതിലും മണ്ണിടട്ടെന്ന്. അപ്പോൾ ഞാൻ 2-3 വീൽബാരം മണ്ണിടാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മളങ്ങനെ വെറുതെ ചപ്പിന് വേണ്ടിയിട്ട് വെട്ടിയിട്ട ചീരേന്ന് എല്ലാം കൂടി അങ്ങ് കിളിച്ച് പൊന്തി. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഫുള്ള് ചീരയാണ്. ഈ ചീരയിട്ട് ഞാൻ ഉപയോഗിക്കുന്നുമില്ല കേട്ടോ, കാരണം വേറെയും കുറേ ചീരകളുണ്ട്. എല്ലാ ചീരയും കൂടി എനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഇവർ ഉപയോഗിക്കും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വെട്ടിക്കളയാത്തത്. നമ്മുടെ കുക്കും നെൽസനൊക്കെ ഈ ചീര പറിച്ചുകൊണ്ട് പോകലുണ്ട്. അപ്പോൾ അവർക്കും കൂടെ ഉച്ചത്തേക്കുള്ള ഭക്ഷണത്തിനായിക്കോട്ടെ വെച്ചിട്ട് ഞാൻ പിന്നെ വെട്ടിക്കളഞ്ഞില്ല, നിൽക്കാൻ നിന്നോട്ടെ വെച്ചു. ഇനി ഇതിൻ്റെ ഇത് കഴിയുമ്പോൾ നമുക്ക് ഇനി അടുത്ത് എന്തായാലും മഴ വരുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതേപോലെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ട് ഇതിൽ. നമ്മൾ ചപ്പും ചാവും വെട്ടിയിട്ടത് കൊണ്ട് നമ്മുടെ ഈ ചീര ഉണ്ട്, ഈ ഒരു പച്ചച്ചീര ഉണ്ട്, പാൽച്ചീര ഉണ്ട്, കണ്ടില്ലേ പാൽച്ചീര ഉണ്ട്. ഇതൊക്കെ ഇവിടെ പൊന്തി വന്നിട്ടുണ്ട്. കുറേ ചീര ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ അതേപോലെ കപ്പ, ഇത് കപ്പ മരത്തിൽ നിന്ന് ഉണ്ടായതാണ്, അതിൻ്റെ കായ വീണിട്ടുണ്ടായതെന്നല്ല. കാരണം കപ്പേൻ്റെ കായ വീണാലും ഇത് കായ വീണിട്ടുള്ളതാണ് കേട്ടോ ഈ കപ്പ തൈ ഉണ്ടായേക്കുന്നത്. അടുത്ത ആൾ വന്നല്ലോ, കണ്ടില്ലേ തങ്ക. അപ്പോൾ ഇത് തങ്കു പോയിട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് കപ്പേൻ്റെ കുരു വീണിട്ടുണ്ടായതാണ്. ഇത് കണ്ടോ, കപ്പത്തണ്ടെന്നല്ല ഉണ്ടായത്, കപ്പേൻ്റെ കുരു വീണ്ടായതാണ്. അത് പറയാൻ കാരണം അവിടെയൊക്കെ വേറെ സ്ഥലത്തും നമ്മളെ വാഴേൻ്റെ ചുവട്ടിലൊക്കെ കപ്പേൻ്റെ കുരു വീണിട്ട് കപ്പ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതേ മധുരക്കിഴങ്ങ്, ഇതൊക്കെ നമ്മൾ ചപ്പായിട്ട് ഇട്ടതായിരുന്നു. ഉണങ്ങിയ മധുരക്കിഴങ്ങിൻ്റെ തണ്ടൊക്കെ ഇട്ടതൊക്കെ കിളിച്ചു പോയി. ഇനിയിപ്പോൾ ഇതൊന്നും കളയുന്നില്ല, കുറച്ച് കഴിയട്ടെ. ഇവരെന്തായാലും ഇതിന്ന് ഇല പറിക്കലുണ്ട്. അപ്പോൾ പിന്നെ അവരുടെ പറക്കൽ കഴിഞ്ഞിട്ട് കളയാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എന്നിട്ട് വേണം ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ നടാൻ. തൽക്കാലം ഈ ബെഡ് ഇതിപ്പോൾ ബെഡായിട്ട് പോലും തോന്നില്ല. അതെ ഇങ്ങനെ ഒരു ബെഡ് ചെയ്തതായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കപ്പേൻ്റെ വിത്ത് വീണിട്ട് ഉണ്ടായതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആരപ്പോൾ ഇത് വെച്ചുണ്ടാക്കുന്നത്? തേനീച്ചുണ്ട് ഇവിടെ. ഇതുണ്ട് നമ്മുടെ അവിടേക്ക് ഞാൻ കപ്പേൻ്റെ തൈ കാണിച്ചു തരാം കേട്ടോ. അതിന് മുന്നേ ഇവിടെ തേനീച്ചേൻ്റെ ഒച്ച കേട്ടോ, തേനീച്ചേൻ്റെ വണ്ടീൻ്റെ ഒച്ച കേട്ടപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം വെച്ചാണ്. ഇത് കാണിച്ചു തന്നെ എപ്പോഴും വിചാരിക്കും കേട്ടോ. നമ്മുടെ മുരിങ്ങയിലുള്ള പൂവാണ്, കണ്ടോ നല്ല ഭംഗിയുള്ള പൂവാണല്ലേ. ഇനി പൂ മാത്രമല്ല അതിലുണ്ടാവുന്ന മുരിങ്ങാക്കായ കണ്ടോ, മുരിങ്ങാക്കായ കുഞ്ഞത് കണ്ടോ പൂവെന്ന് ഉണ്ടാവുന്നുള്ളൂ.
ഇഷ്ടം പോലെ കായ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഉണ്ടോ ഈ തൂങ്ങിക്കിടക്കുന്നതൊക്കെ മുരിങ്ങക്കായാണ്. കുറച്ചൊക്കെ വലുതായ മുരിങ്ങക്കായ ഇതിനുള്ളിലുണ്ട്. കാണിച്ചു തരാം. അപ്പത്തൂടെ പോയി കാണിച്ചു തരാം. ഇതാണ് ഞാനൊരു സാധനം കാണിച്ചു തരാൻ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ സാധനം കാണും കേട്ടോ. അപ്പം നിങ്ങൾക്കത് കാണിച്ചു തരാൻ വരുമ്പോഴത്തേക്കിനും സമയം പോവും. ഇതാ മുരിങ്ങക്കായ വിത്ത് വേണുണ്ടായതാണെന്ന് പറഞ്ഞില്ലേ. ദേ കുഞ്ഞി തൈകളുണ്ടോ? ഉണ്ടോ? കുഞ്ഞി തൈയാണ്, കമ്പൂത്തിയതല്ല. നമ്മുടെ വാഴയുടെ ചോട്ടിലുണ്ടായതാണ്. അതായത് നമ്മളെ കപ്പ ആയ സമയത്ത് കപ്പ മൂത്തു എന്ന് ഞാൻ മനസ്സിലാക്കിയത് അതിൽ കുറേ പൂക്കളും കൈകളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ആ കായൊക്കെ വീണിട്ടുണ്ടായതാണ്. കുറേ ഭാഗത്തുണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കപ്പ തൈകൾ ഉണ്ടായത് കേട്ടോ. പിന്നെ ദേ ഈ കാണുന്ന തക്കാളി ഉണ്ടല്ലോ, ഇത് ക്യാബേജാണ് കേട്ടോ. ഈ കാണുന്ന തക്കാളി ഞാൻ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു പ്രത്യേക തരം തക്കാളി കണ്ടു. അത് ഞാൻ ഈ ഇംഗ്ലീഷുകാരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്, ഈ അവർ കൃഷി ചെയ്യുന്ന വീഡിയോസൊക്കെ. അതിൽ അവരുടെ തക്കാളി ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനൊരു നീണ്ടിട്ടുള്ള ഒരു തക്കാളി, അധികം വലിയ വലുപ്പമല്ല. അങ്ങനത്തെ തക്കാളി ഞാൻ മനഃപൂർവ്വം അവിടെ നിന്ന് മേടിച്ചുകൊണ്ടതാണ് ഒരു 3 എണ്ണം. അതിൽ നിന്ന് ഞാൻ വിത്തെടുത്തപ്പോൾ കിഴിപ്പിച്ചതാണ്. തൈയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് വളർന്ന് നല്ല തക്കാളി ആവണേ എന്നാണ് പ്രാർത്ഥന. കാരണം അതിന് മുന്നേ തക്കാളിക്ക് വരുന്ന എല്ലാ രോഗങ്ങളും ഇതിൽ വരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ ഏത് തക്കാളി നട്ടാലും അതിൻ്റെ ഇല കേടൊന്ന് പോകാറുണ്ട്. പക്ഷെ തക്കാളിയും കിട്ടാറുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ പരിപാലിച്ച് കൊണ്ടുവരികയാണ്. നന്നായിട്ട് വളരട്ടെ. അപ്പോൾ ഇതാണ് കേട്ടോ, ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന തക്കാളിയാണ്. അതുപോലെ തന്നെ വേറൊരു ചാക്കിലുണ്ട് ഒരു തക്കാളി. ഇതിൽ 2 തൈയറ്റേ ഉള്ളൂ. ഇത് കുക്കുംബറാണ്. ഈ 2 തക്കാളി ഉണ്ടല്ലോ, ഈ 2 തക്കാളിയും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. നേരത്തെ പറഞ്ഞ തക്കാളീനെക്കാളും കുറച്ചുകൂടി വലുപ്പമുള്ളൊരു തക്കാളിയാണ്. ഇതെന്തായാലും തക്കാളി ആകുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പം തന്നെ ഇതിൻ്റെ ഇലക്കൊക്കെ പ്രശ്നം വന്നു തുടങ്ങി. കണ്ടില്ലേ ഓരോ കുത്തൊക്കെ. അങ്ങനെ 2 വെറൈറ്റി തക്കാളി ഞാൻ നട്ട് നോക്കിയതാണ്. ഉണ്ടാകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ സൂര്യകാന്തിയിലൊക്കെ അതേ പൂവായിട്ടുണ്ട്. ഹലോ മോനെ തങ്കുവോ, അവിടെ കിടന്നോ? ഇവിടെ നിന്ന് കുറേ പണിയിലാണ് കേട്ടോ. അങ്ങനെ നെൽസൺ വീൽബാരയിലും മണ്ണൊക്കെ കൊണ്ടുവന്ന് ആ ഒരു ബെഡ് എന്തായാലും സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരമായി കൃഷിയിടത്തു നിന്നൊക്കെ കയറി. ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ക്യാരമൽ ഉണ്ടാക്കുകയാണ്. നമ്മുടെ പഞ്ചസാര ഉരുക്കിയിട്ട് ഇതേ ഈ ഒരു കളറിലാക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ പുഡിങ് ഉണ്ടാക്കാനാണ് കേട്ടോ. 2-3 ദിവസമായിട്ട് അരുണേട്ടൻ്റെ ഒപ്പമുള്ളവരൊക്കെ പറയുന്നുണ്ട് പുഡിങ് ഉണ്ടാക്കുമെന്ന്. ഞാനാണെങ്കിൽ ഇതുവരെയും പുഡിങ്ങൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി എങ്ങനെയാണ് ഈ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 തരം പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഏതെങ്കിലും ഒന്ന് ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ മറ്റതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഒരു ആദ്യം ഉണ്ടാക്കിയത് ബിസ്ക്കറ്റ് പുഡിങ്ങും രണ്ടാമത് ഉണ്ടാക്കുന്നത് കോഫി പുഡിങ്ങും കേട്ടോ. ബിസ്ക്കറ്റ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്യാരമലൈസ്ഡ് ചെയ്തിട്ടുള്ള ഷുഗർ ക്യാരമലൈസ് ചെയ്തത്. അത് ക്യാരമലൈസ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തു. പിന്നെ അത് 2 മുട്ട ഞാൻ അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. എന്നിട്ട് ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടി ഉണ്ടല്ലോ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. അതേപോലെ തന്നെ കുറച്ച് വാനില എസൻസ്, നമ്മൾ ഈ മുട്ടേൻ്റെ ഒരു കുത്തുന്നൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് സക്സസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും പറഞ്ഞു ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ വലിയ എക്സ്പേർട്ടൊന്നുമല്ല ഈ സംഭവത്തിൽ. ഉണ്ടാക്കിയപ്പോൾ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇനി ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ ഇട്ട് എടുത്തിട്ട് അതിൽ കുറച്ച് വാനില എസൻസ് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. പിന്നെയാണ് അതിക്ക് ആ ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടി ഇട്ടത്. അതും നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ബിസ്ക്കറ്റ് പൊടിച്ചപ്പോൾ നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പൊടിച്ചത്, പറയാൻ വേണ്ടി മറന്നുപോയി. പിന്നെ കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് ആ ക്യാരമലൈസ് ചെയ്തത് വേറെ പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചിരുന്നല്ലോ, അത് തണുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചെടുത്തിട്ട് ഒരു അടി കട്ടിയുള്ള പാത്രം, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ വേറൊരു കുഞ്ഞു പാത്രം കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു സംഭവം വെച്ചിട്ട് അടച്ചു കൊടുത്ത് ആവിക്ക് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നത്. പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കും വേണം. അതേപോലെ തന്നെ ഞാൻ കോഫി പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ സിമ്പിളാണ്. പാല്
ചൂടാക്കുക, അതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കോഫിയും കൂടെ ഒരു പാലിൽ ഇച്ചിരി മിക്സ് ആക്കിയിട്ട് ആ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അത് തിക്കാവണ വരെ ആക്കുക. എന്നിട്ട് പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുക. അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാനും മറന്നു പോയായിരുന്നേ. പിന്നെ കുറച്ച് പാല് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ പാല് ഞങ്ങൾ തൈരാക്കിയതാണ്. അപ്പോൾ അരനേട്ടനായിട്ട് നെയ്യ് വേർതിരിച്ച് തരാമെന്നും പറഞ്ഞുകൊണ്ട് അത് ശരിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അരനേട്ടൻ വൈകുന്നേരം വന്നപ്പോൾ അത് ചെയ്തതാണ്. പിന്നെ നൈറ്റിലേക്കുള്ള ഫുഡാണ് ഇപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കടല പുഴുങ്ങിയതും കുറച്ച് ഉള്ളിയും ഉപ്പും ഇട്ടിട്ട് അത് കഴിക്കുക. അതായത് നൈറ്റിൽ നമുക്ക് വലിയ കാർബോഹൈഡ്രേറ്റ് കഴിക്കാതെ എന്നാൽ വയറ് ഫില്ലാവുന്നൊരു ഭക്ഷണമാണ് ഈ ഒരു സാലഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് നമ്മളുടേത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.